Hello everyone. ഗുരു പൂർണിമ വളരെ ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. ഓക്കെ, ഐ ഫീൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൻഡ് ഏറെ പേർ റിച്വൽസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഗുരു പൂർണിമ ദിവസം തൊട്ട് പ്രേക്ഷകർക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്? ഡെഫിനറ്റ്ലി ഡിവൈൻ എനർജീസ് ആർ എനർജി. സോ ഇനിയും ഒരു പ്രേക്ഷകൻ റിച്വൽ ചെയ്തില്ല, സ്വിച്ച് വേർഡ് ചെയ്തില്ല, ഹീലിങ്സ് എടുത്തില്ല, ഇറ്റ് ഡസൻ ഈവൻ മാറ്റർ. മെഡിറ്റേഷൻ ചെയ്തില്ല, പക്ഷേ ഡിവൈൻ എനർജീസ് ഈക്വലി ആണ് എല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്യുന്നത്. സോ ബ്ലെസ്സിങ്സ് എന്തായാലും നിങ്ങൾക്കുണ്ട്. ഓക്കെ, സോ ലെറ്റ് സീ ബ്ലെസ്സിങ്സ് ഫോർ യു ഗൈസ്. എന്ത് ബ്ലെസ്സിങ്സ് ആണ് പ്രേക്ഷകർക്ക് വരുന്നത്? ഇഫ് യു ബിലീവ്, സോ ദർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. പ്രേക്ഷകർ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തോ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പലർക്കും പല കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ വീഡിയോ ഏത് പ്രേക്ഷകരുടെ എത്തിയത് മാത്രമല്ല, ഏത് പ്രേക്ഷകർ ഇത് ഓപ്പൺ ചെയ്തു വീഡിയോ കാണാൻ, ഓക്കെ, ക്ലിക്ക് ചെയ്തു, ആ പ്രേക്ഷകരോട് പറയുന്നതാണ് ദാറ്റ് ഇഫ് യു ബിലീവ്, നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കയ്യിലെത്താൻ, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ചയിലെത്താൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വാങ്ങിക്കാൻ, ഓക്കെ, ഇഫ് ഇത് ഷിഫ്റ്റിംഗ് ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങൾ ബിലീവ് ചെയ്യുകയാണെങ്കിൽ യെസ് ഇറ്റ് ഈസ് പോസിബിൾ, ഇത് പോസിബിൾ ആണ്, ഇതെനിക്ക് ലഭിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം വരുന്നതാണ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് ആണ് അടുത്ത അനുഗ്രഹം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ടതാണ്. മൈൻഡ് സെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ആൻഡ് ഔളുടെ എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മൂങ്ങ, അത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെ എന്തൊക്കെ ബ്ലോക്കേജസ് ഉണ്ടോ അത് മാറ്റാവുന്നതാണ്. ഞാൻ പല വീഡിയോസിൽ ബ്ലോക്കേജസ് പറയുന്നു. ഏറെ പ്രേക്ഷകരുണ്ട് ഏറെ ബ്ലോക്കേജസിലൂടെ പോകുന്നത്, ഐ നോ. ഓക്കെ, പക്ഷേ ഈ ടൈം പീരീഡ് ഇങ്ങനെയാണ്. ഓക്കെ, ബ്ലോക്കേജസ് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയുകയാണ് എൻ്റെ ലൈഫ് ഫ്രീ ആണ്, ഒരു ബ്ലോക്കേജും ഇല്ല, ദെൻ മനസ്സിലാക്കിക്കോളൂ 90% കള്ളവാണ്. ഓക്കെ, ബിക്കോസ് ബ്ലോക്കേജസ് എല്ലാവർക്കും ഉണ്ട്. ഓരോ രീതിയിലായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. ഡിപ്പെൻസ് നിങ്ങളുടെ ഫെയ്ത്ത്, നിങ്ങൾ എന്ത് റിച്വൽസ് ആണ് ചെയ്യുന്നത്, എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എത്ര പ്രാർത്ഥിക്കുന്നു, അതിൻ്റെയൊക്കെ മേളിലാണ് കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത അനുഗ്രഹം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതാണ്. ഹാർട്ട് ചക്ര റിലേറ്റഡ് ആണ്. ഓക്കെ, സോ സംതിങ് ഇമോഷണൽ ആൻഡ് ദർ ഈസ് സംതിങ് ബെറ്റർ. ചില പ്രേക്ഷകർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യം കയ്യിൽ കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ദറ്റ് യെസ് എനിക്കിത് ലഭിക്കും, ഇന്ന് ലഭിക്കും എന്ന് വിചാരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും അത് കിട്ടത്തില്ല എന്നുള്ളൊരു ന്യൂസ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ദർ ഈസ് സംതിങ് ബെറ്റർ. ഇതിനെക്കാട്ടിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണത് പോയത്. ഓൾറൈറ്റ്, നാ ടാരോ ആണ് എടുക്കുന്നത്. സോ ഓൾഡ് ഡെക്ക് എടുക്കാൻ ആഗ്രഹിച്ചു. ഇന്ന് ടാരോസ് ഐ തിങ്ക് ഐ ഹാവ് ടേക്കൺ 3 decks, 3 decks ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സംഭവം ഇന്ന് ടാരോ മാത്രമേ നോക്കുന്നുള്ളൂ എന്നായിരുന്നു നിർദ്ദേശം. ഓക്കെ, പേജ് ഓഫ് സോഡ്സ് ആൻഡ് ഏസ് ഓഫ് സോഡ്സ്. ഓക്കെ, സോ ഏതോ ഒരു പ്രേക്ഷകർക്ക് ഡബിൾ ക്ലാരിറ്റിയാണ് വരുന്നത്. ഓക്കെ, ഏത് പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷക, നിങ്ങൾക്കൊരു സത്യം അറിയായിരുന്നു, പക്ഷെ നിങ്ങളത് ഡിനൈ ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, ഇത് സംഭവിക്കില്ല, ഓക്കെ, ഇതിങ്ങനെയല്ല, എൻ്റെ തോന്നലാണ്. അവിടെ നിങ്ങൾക്ക് എഗെയിൻ ഒരു സത്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. ദാറ്റ് പ്രൂവ് ചെയ്യും ദാറ്റ് നിങ്ങളുടെ തോന്നൽ ആക്ച്വലി സത്യമാണ്. ഓക്കെ, ഇത് മിക്കവാറും നിങ്ങളുടെ ഒരു ഫ്രണ്ട് വഴി, സോഷ്യൽ ഓപ്പർച്യൂണിറ്റി വഴി, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും നോക്കിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പല മോഡ്സ് ഓഫ് ആസ്ട്രോളജി ഉണ്ട്, പല ആസ്ട്രോളജേഴ്സ് ഉണ്ട്, ടാരോ കാർഡ് റീഡേഴ്സ് ഉണ്ട്, ഹീലേഴ്സ് ഉണ്ട്. നിങ്ങൾ ആരെയാണോ കോൺടാക്റ്റ് ചെയ്തത് അവരിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രൂഫ് ലഭിക്കുന്നതാണ് ദാറ്റ് നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെയാണ് സത്യം. ഓക്കെ,
ചില പ്രേക്ഷകർ, ഏത് പ്രേക്ഷകർക്ക് അറിയാം എന്താണ് സത്യം, ഓക്കെ, എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, പക്ഷെ വഴി മനസ്സിലാകുന്നില്ല, അവർക്കൊരു വഴിയാണ് കാട്ടിത്തരുന്നത്. ഓക്കെ, സംഭവം എനിക്ക് തോന്നുന്നു ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ പ്രോമിനൻ്റ് ആണ്. ബിക്കോസ് ആർക്കേഞ്ചൽ മൈക്കിൾ ഏറെ കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഡിസ്കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഈ കണക്ഷൻസ് നിങ്ങൾക്ക് തോന്നും വളരെ നല്ല കണക്ഷൻസ് ആണ്, ബട്ട് ആക്ച്വലി അത് നിങ്ങൾക്ക് ശരിയാവാത്ത കണക്ഷൻസ് ആണ്. അത് ഡിസ്കണക്ട് ചെയ്ത് പോകുകയാണ്. ഓക്കെ, വാട്ട് എൽസ്? I want to take this. What else, angels? Page of Pentacles, Knight of Wands, sorry, Nine of Wands. ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്, പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ നിങ്ങൾക്കൊരു പേടിയുമുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ടോ പേടിക്കുന്നു. why is it? ചില പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, ഒരു ജോലി നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ വന്ന് പറയാണ് ദാറ്റ് എൻ്റെ ദൗത്യം ഇതാണ്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇത് ഏറ്റെടുക്കൂ. ആ ഒരു ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ഈവൻ തോ അത് നിങ്ങളുടെ ഫീൽഡ് ഓഫ് വർക്കല്ല, പണം റിലേറ്റഡ് ആകാം, അല്ലായിരിക്കാം, ചിലപ്പോൾ വീട്ടുകാർ റിലേറ്റഡ് ആകാം, ആ ആൾ നിങ്ങളെ ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ സഫിഷ്യൻ്റ് അല്ല. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങൾ ടോട്ടലി സഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ആൻഡ് റൈറ്റ് പേഴ്സൺ ആണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. ഓക്കെ, പക്ഷെ എവിടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ആകണം. നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുപോകുന്നത്. കോൺഫിഡൻസ് കൊണ്ടുവരൂ എന്നതാണ് പറയുന്നത്. Magician and Ace of Wands. Yes, നിങ്ങൾ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ, ഓക്കെ, ചില പ്രേക്ഷകർ ബി മൈൻഡ്ഫുൾ, ഇത് എനർജിയാണ്. ഓക്കെ, എനർജി റീഡിങ്ങിൽ മനസ്സിലാക്കൂ, ഞാൻ പറയുന്ന ഒരാൾ വന്ന് ദൗത്യം തരും, ആ ദൗത്യം ഒരാൾ വരണം എന്നില്ല, നിങ്ങളുടെ സ്വയം, ദാറ്റ് ഈസ് നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നും ഓക്കെ ഇനി എനിക്ക് ഇതാണ് ചെയ്യേണ്ടത് എങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വരുവാണ്, ദാറ്റ് നിങ്ങളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, എനർജി റീഡിങ്ങിൽ ആ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ടാരോ കാർഡ്സ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ തേർഡ് പാർട്ടി എന്നുള്ള ഒരു രീതിയിലായിരിക്കും ഇൻഫർമേഷൻ ലഭിക്കുന്നത്. പക്ഷെ തേർഡ് പാർട്ടി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ തന്നെയാകാം, നിങ്ങളുടെ സ്വന്തം സെൽഫ് ആകാം. ഓക്കെ, ഇവിടെ മജീഷ്യൻ കാർഡ് ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ് ആണ് പറയുന്നത്. ഈ കാര്യത്തെ നന്നായി കൊണ്ടുപോകണോ അതോ അത് നന്നായി പോകില്ല എന്നുള്ള ഉൾഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു അതാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് ശരിയാവില്ല, എല്ലാം തെറ്റായി പോകുമെങ്കിൽ യെസ്, എല്ലാം തെറ്റായി പോകും. നിങ്ങൾ വിചാരിക്കുകയാണ് എല്ലാം ശരിയാകും, ഐ ഗെറ്റ് ഇറ്റ്, ഓക്കെ, എനിക്കെല്ലാം ശരിയാക്കാൻ പറ്റും, എങ്കിൽ നിങ്ങൾക്കെല്ലാം ശരിയാക്കാൻ പറ്റും. നിങ്ങൾക്കൊരു എനർജി സർജ് വേണം, അത് തരുന്നുണ്ട്. ഓക്കെ, എനർജി സർജ് ഇൻ ദ സെൻസ് ചില പ്രേക്ഷകർക്ക് ഒരു കാര്യം ചെയ്തെടുക്കാനുള്ള എനർജി കാണത്തില്ല. ഓക്കെ, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള എനർജി, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് അത് ദൈവം നൽകുന്നുണ്ട്. ഓക്കെ, Five of Swords, the Tower, Page of Swords again. ചില പ്രേക്ഷകർക്ക് ഒരു ഡിസിഷൻ ഫൈനൽ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഏറെ നാളുകൊണ്ടൊരു ഡിസിഷൻ ഫൈനൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്ഥലത്തുനിന്ന് വിട്ടുപോകാനായിരിക്കാം, ഒരു പ്രോജക്റ്റ് നിർത്താനായിരിക്കാം, അല്ലെങ്കിൽ വേ ഓഫ് ലൈഫ് സ്റ്റൈൽ അത് മാറ്റാനായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അത് നിങ്ങൾ സഡൻലി ബ്രേക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ നിർത്തുന്നതാണ്.
ആൻഡ് നിങ്ങളത് നിർത്തി കഴിയുമ്പോഴും ഒരു ക്ലാരിറ്റി, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ഡബിൾ ക്ലാരിറ്റി വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ആ ഒരു ക്ലാരിറ്റി, ദാറ്റ് ഈസ് നിങ്ങൾക്ക് എന്ത് ശരിയാകും എന്ത് ശരിയാകത്തില്ല എന്നത് വരുന്നുണ്ട്. ചില പ്രേക്ഷകർക്ക് ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങൾ ഏതെങ്കിലും പ്രോജക്റ്റ് നോക്കുന്നുണ്ടാകാം. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ സാഹചര്യങ്ങളിൽ എനിക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകുമോ എന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, യെസ്, നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകും. ട്രീ ഓഫ് ലൈഫ് സബ്ലിമൽ കേൾക്കുന്ന പ്രേക്ഷകർ, യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. ബിക്കോസ് ആ ഒരു സബ്ലിമൽ നിങ്ങൾക്ക് വളരെയധികം ബൂസ്റ്റിംഗ് നൽകുന്നുണ്ട്. പറയാൻ കാരണം ഇവിടെ ട്രീ ഓഫ് ലൈഫ് കാണിച്ചിട്ടുണ്ട്. ലെറ്റ് മീ ഷോ യു ഇവിടെ. ഓക്കെ, ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വരുന്നത്. ഓക്കെ, ഡെത്ത് ആൻഡ് ടു ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള മൈൻഡ് സെറ്റ്, ഓക്കെ, നിങ്ങളുടെ പോരായ്മകൾ, അത് ഫൈനാൻസിലാകാം, ജീവിതത്തിലാകാം, ആ പോരായ്മകൾ നിങ്ങളുടെ മേളിൽ നിങ്ങളുടേതല്ലാത്തത് നിങ്ങൾ മാറ്റിക്കളയുന്നതാണ്. സംഹൗ, ഓക്കെ, സംഹൗ അത് മാറിപ്പോകുന്നുണ്ട്. അതെങ്ങനെ? മൈറ്റ് ബി നിങ്ങൾ ഹീലിംഗ് എടുക്കുന്നുണ്ടാകാം, മൈറ്റ് ബി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് അഫർമേഷൻസ് കൊടുക്കുന്നുണ്ടാകാം. പക്ഷെ അവിടെ ഒരു വലിയൊരു മാറ്റം വരുന്നുണ്ട്. ബിക്കോസ് ഇവിടെയും വെളിച്ചമാണ്, ഇവിടെയും വെളിച്ചമാണ്. ഈ അന്ധകാരം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുന്നുണ്ട്. ഓക്കെ, സോ യെസ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. പക്ഷേ ഈ ട്രാൻസ്ഫോർമേഷൻ ക്വിക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, നിങ്ങൾ പോലും അറിയത്തില്ല നിങ്ങൾ ട്രാൻസ്ഫോം ആയി എന്നുള്ളത്. ഓക്കെ, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ പണം വരിക, അല്ലെങ്കിൽ പണത്തെ നല്ലപോലെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കാര്യം പോയാലും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് തിരിച്ചു ലഭിച്ചോളും. ഓക്കെ, സോ ആ മോഡ് ഓഫ് തിങ്കിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ ജനറേറ്റ് ആകാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് ബ്ലെസ്സിങ്സ് ഗൈസ്. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ക്ലെയിം ചെയ്യാൻ, ഈ ഒരു ബ്ലെസ്സിങ്സ് ക്ലെയിം ചെയ്യാൻ, ഐ ക്ലെയിം ദ ബ്ലെസ്സിങ്സ്. ഓക്കെ, I claim all blessings, or happy Guru Purnima, or thank you divine എന്ന് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, see you in my next video. Bye.